കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പീഡനം നടന്നത് പിറന്നാളിന് ചിലവ് നൽകാത്തതിന്റെ പേരിൽ. പണം നൽകാത്തതിനാലാണ് സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായി പീഡിപ്പിച്ചത്. 6 ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ മൊഴിയെടുത്ത് പോലീസ്. മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. എന്താണ് വിശദാംശങ്ങൾ? കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്ന ക്രൂരമായിട്ടുള്ള പീഡന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പീഡനങ്ങൾ തന്നെയാണ് ഈ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ സീനിയർ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് നേരിട്ടത് എന്നത് വ്യക്തമായിരുന്നു. ഇപ്പോൾ ആ കാരണം എന്തുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള അതിക്രമം നടത്തിയത് എന്നതിന്റെ ചില കാരണങ്ങളിലേക്ക് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. പിറന്നാളിന് ചെലവ് നൽകാത്തതിന്റെ പേരിലായിരുന്നു ഇത്തരത്തിൽ ഇടുക്കി സ്വദേശിയായിട്ടുള്ള വിദ്യാർത്ഥിയെ കെട്ടിയിട്ട് മർദ്ദിക്കുകയും ക്രൂരമായി ശരീരത്തിൽ കോമ്പസ് കൊണ്ട് ഡിവൈഡർ കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിറന്നാളിന്റെ ചെലവിനായി മദ്യപിക്കാൻ വേണ്ടി പണം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ഈ കുട്ടി പണം നൽകാൻ തയ്യാറായില്ല. ഇതിന്റെ വൈരാഗ്യത്തെ തുടർന്നാണ് സീനിയർ വിദ്യാർത്ഥികൾ കട്ടിലിൽ കെട്ടിയിട്ട് വിദ്യാർത്ഥിയെ മർദ്ദിച്ചത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇരയാക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളിൽ നിന്നും, അതായത് 6 വിദ്യാർത്ഥികളാണ് പുരുഷന്മാരായി ആൺകുട്ടികളായി ഒന്നാം വർഷ നഴ്സിംഗ് പഠനത്തിന് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നത്. ഈ 6 പേരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും സ്വീകരിച്ചു തുടങ്ങി. പ്രത്യേകിച്ച് ഈ പിടിച്ചെടുത്തിട്ടുള്ള അറസ്റ്റിലായവരുടെ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. കൂടുതൽ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ദൃശ്യങ്ങൾ ഇവർ സാധാരണ ഇത്തരത്തിൽ റാഗിങ്ങിന് ഇരയാക്കുന്നത് ഫോണിൽ ചിത്രീകരിക്കാറുണ്ട്. അപ്പോൾ കൂടുതൽ ദൃശ്യങ്ങൾ ഈ ഫോണുകളിൽ നിന്ന് കണ്ടെത്താനാകുമോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ 5 പ്രതികൾ മാത്രമാണ് മാത്രമാണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പ്രതികളിലേക്ക് ഇപ്പോൾ നിലവിൽ അന്വേഷണം നീങ്ങിയിട്ടില്ല. അതേസമയം തന്നെ പഴുതടച്ചിട്ടുള്ള അന്വേഷണം തന്നെയാണ് നടത്തുന്നത് എന്നാണ് പോലീസ് അവകാശപ്പെടുന്നത്. എന്നാൽ ഇപ്പോഴും സസ്പെൻഷനിലാണ് ഇത്തരം വലിയ ക്രൂരത നടത്തിയ ഈ 5 സീനിയർ വിദ്യാർത്ഥികൾ. ഇവരെ കോളേജിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് ABVP പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ്. പ്രതിഷേധം ഇത്തരത്തിൽ ഇവരെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രിൻസിപ്പൽക്ക് ABVP കത്ത് നൽകി. ഇതോട് പിന്നാലെ തന്നെ ഇവർ കോളേജിൽ പ്രതിഷേധിക്കുകയും ചെയ്തു. ഈ പ്രതിഷേധിച്ച ABVP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. ശരി, മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.